കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ആണ്. ഞാനത് പേളിമാണിന്റെ യൂട്യൂബ് ചാനൽ എടുത്താണ് കേട്ടാ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പേളിമാണിന്റെ എടുത്താണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറയണം. ഉത്തരം തെറ്റിക്കുന്ന ആള് ബിറ്റർ കാർഡ് കൈപ്പയ്ക്ക തിന്നണം കേട്ടോ. ഇക്ക ഞാൻ ക്വസ്റ്റ്യൻ വേറെ പറയാം. ആൻസർ ഞങ്ങൾ അപ്പപ്പ ഫോണിൽ ടൈപ്പ് ചെയ്യാട്ടാ, എന്നിട്ട് ഒരേ സമയം കാണിക്കാം. ഓക്കെ, അതല്ലേ ഇത് മറച്ചു വെച്ചോട്ടോളി. ഞാൻ ചോദിക്കാൻ പോണ കേട്ടാ. ക്വസ്റ്റ്യൻ വേറെയാണ് കേട്ടാ. വാട്ട് ഈസ് യുവർ കമറൂസ് ഐഡിയൽ വേ ടു സ്പെൻഡ് എ വീക്കെൻഡ്? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഓപ്ഷൻസ് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഓപ്ഷൻസ് പറയാം. എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ്, റിലാക്സിംഗ് അറ്റ് ഹോം, ഡൂയിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, വിസിറ്റിംഗ് ലൗഡ് വൺസ്. ഇതിൽ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരേ സെലക്ട്, നിങ്ങൾ മറച്ചു വയ്ക്കാൻ എനിക്ക് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിലത്തെ ഒന്ന് കേട്ടാ. ഓപ്ഷൻസ് എന്തൊക്കെ വേണം? വേണ്ട, ഒന്നുകൂടി പറഞ്ഞേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായാ? ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായി. എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ്, റിലാക്സിംഗ് അറ്റ് ഹോം, ഡൂയിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, വിസിറ്റിംഗ് ലൗഡ് വൺസ്. ഓക്കെ, ഇതൊക്കെ ഞാനും ചെയ്യട്ടെ കേട്ടാ. ഞാനും എഴുതട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. നിങ്ങളിത് എങ്ങനെ നോട്ട്സിലാണ് എടുത്ത് നോട്ട് പാഡ്? പക്ഷെ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന്. എല്ലാ ഫോണിലും നോട്ട് പാഡ് എടുത്തുതരാം. അപ്പൊ തൽക്കാലം എന്റെ വാട്സാപ്പിൽ ചെയ്യാം. നിങ്ങൾ വാട്സാപ്പിൽ ചെയ്യാൻ പറ്റില്ല. സെർച്ച് ബാർ എന്തിനുള്ളതാ? എന്താ പിന്നെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനാ കിടക്കണത്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യില്ല എന്റെ ഫോണിൽ. ശരി, വേണ്ട. ഒരു നോട്ട് പാഡ് ഇല്ലാത്ത ഫോണാണ് എനിക്ക് വേണ്ടക്ക. ശരി ശരി ശരി, ഇൻസ്റ്റാൾ സമയം കളയാണ്ട് ഓടിക്കൊണ്ടിരിക്കണം. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട്. ശരി, നോക്കിപ്പോ സമയം കളയാൻ വേണ്ടി ഉണ്ടായി. എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ്, റിലാക്സിംഗ് അറ്റ് ഹോം. നിങ്ങൾ എന്താണ് വീട്ടിലിരുന്നിട്ടുള്ളത്? അത് എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ചെയ്തൂടാ. എനിക്ക് ഇഷ്ടം അതാണ്. പിന്നെ ഞാൻ പോവാറുണ്ട്, അത്രേ ഉള്ളൂ. തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞല്ലേ? അല്ല, ഞാൻ ജോലിക്ക് പോണത് എപ്പോഴും. നിങ്ങൾ എപ്പോഴും വീട്ടിലിരിക്കാണ്ട് പുറത്തു പോണത്? അത് നീ വന്നോണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക ചെയ്യുന്നത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കാനാണോ ഇഷ്ടം? സ്വന്തം വീട്ടിൽ പോലും ഇരിക്കാത്ത മനുഷ്യനാണ്. അത് നുണയാണെന്ന് എനിക്ക് മനസ്സിലായി. കൈപ്പൊക്കെ തിന്നാൻ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സത്യസന്ധനായിരിക്കണം. ശരി, മറച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ നോക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹൗ ഡു യു പ്രിഫർ ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഔട്ട് ദ ഡേ? ക്വസ്റ്റ്യൻ മനസ്സിലായ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണ്ട. ഞാൻ ചോദിക്കാത്ത മുന്നേ ഉത്തരം എഴുതാൻ തുടങ്ങി. ഒരു മിനിറ്റ്, മാനേജർ മെസ്സേജ്. പോയി പണി നോക്കാൻ പറ. നീ അത് ഹോൾഡ് ചെയ്താൽ മതി. ഇല്ല, നിങ്ങക്ക് ഞാനാ വലുത് അയാളാ വലുത്? നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ 10 വരെ എണ്ണും. 1 2 3 4. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. How do you prefer to communicate throughout the day? ഓപ്ഷൻസ് പറയട്ടെ. ടെക്സ്റ്റ് മെസ്സേജ്, ഫോൺ കോള്, സോഷ്യൽ മീഡിയ, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ഓക്കെ, നിങ്ങൾ ആൻസർ ഇതിലേക്ക് കാണിക്കണം. ടൈപ്പിളല്ല ഞാൻ പറയണ സമയത്ത്. നിങ്ങൾ എനിക്ക് കാണുന്ന പോലെ വെച്ച് ഞാൻ നോക്കൂട്ടാ. ശരി, പറയട്ടെ. ഉത്തരം കഴിഞ്ഞാ? ഫോൺ കോൾ അത് കാണിക്കും. കണ്ട, അതിന്റെ ഇടയിൽ മെസ്സേജ് വേറെ. നന്നായി കണ്ടത് നിങ്ങളുടെ വൃത്തി ക്ലാരിറ്റി ഇല്ലാത്ത ഫോൺ. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ വേറെ പണി ചെയ്യാനാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കണ്ട. അപ്പൊ ഇതിൽ എങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുക? ഞാൻ ഒന്നും കൂടെ 3 വരെ എണ്ണു. അതിന്റെ ഉള്ളിൽ നിങ്ങൾ ഇത് നിർത്തിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആദ്യം മുതൽ 3 വരെ എണ്ണു കേട്ടാ. 1 2
അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണില്ല അല്ലേ? എനിക്ക് പറ ഒന്നുകൂടി ഇതിന് സമയം ഉണ്ടെന്ന് ഇത് പറയാനാ ഉത്തരം പറയാനാ. ഇനി നിങ്ങൾ കാണിച്ച് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും ട്ടാ. ശരി ഓക്കെ. നമ്മുടെ മകൻ If you both could have a super power, Okay. what would it be? Okay. Okay? അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നുള്ളത് നോക്കാട്ടാ. ഓക്കെ. നിങ്ങക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടാ? വെറുതെ ഓപ്ഷൻസ് കിട്ടിയത് അതല്ലേ ചെയ്യണത്. ഓപ്ഷൻ വായിക്കും. ബി ഇൻവിസിബിൾ, ഓക്കെ. ടെലിപ്പതി, ടൈം ട്രാവൽ, ഫ്ലൈയിങ്. കണ്ട ഞാൻ നോക്കിയില്ല ഇപ്പൊ. നീ എന്തിനാ നോക്കണേ? അപ്പൊ ഇത് ആരൊക്കെ ഞാൻ കാണിക്കണം നോക്കാത്ത അത് വേണ്ട, ഞാൻ കണ്ടു. അത് വേണ്ട. ബി ഇൻവിസിബിൾ എന്നാണ് എഴുതാൻ പോയത്. ശരി നിങ്ങൾ ഇത് തീർക്കാൻ വേണ്ടിട്ട് ഓരോന്നും ഞാൻ പറഞ്ഞതിന് മുന്നേ ചിന്തിക്കൊന്നും വേണ്ട. നിങ്ങക്ക് ടിക്കറ്റിന് വില കൂടുതൽ ഇൻവിസിബിൾ ആയിട്ട് ഒന്നും കാണാനൊന്നുമില്ല. ശരി പറ. ചിന്തിക്കണം മുന്നേ എഴുതി നിക്ക. നിങ്ങള് ചിന്തിച്ചിട്ട് തന്നെ എഴുതുന്നത്. താല്പര്യമില്ലെങ്കിൽ കണിയിട്ട് പോയി ഫോട്ടോ തങ്ക അങ്ങനെ പണങ്ങല്ലടി നീയേ. If you both were characters of a video game, what gender would it be? Adventure, puzzle, sports, simulation. Simulation ആണ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? Simulation അതെന്താ? സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3D ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഴാൻ പോണ പോലെയൊക്കെ അതാണ്. മലയാളത്തിൽ എന്താ പറയാ അറിയില്ല. ശരി, നിങ്ങൾ ഇതിൽ ഉത്തരം എഴുത്. നിങ്ങൾ എന്താണെന്നുള്ളത് എഴുതിയാൽ മതി കേട്ടാ. ഓക്കെ. ഞാൻ കാണുന്ന പോലെ നിങ്ങൾ ചോദിക്കണം. ഈ കളിനെ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ശരി. നിങ്ങൾ സ്പോർട്സ്. യെസ് കറക്റ്റ്. കാരണം അഡ്വഞ്ചർ പേടിയാണ്, ഹൈറ്റ് പേടിയാണ്, വെള്ളം പേടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളം പേടി നിന്റെ പോവാം. What's the one thing you both would never agree on? Okay? Best vacation spot, ideal movie genre, right way to make coffee, best time to wake up. അതെല്ലാം ഭാര്യ ഭർത്താക്കന്മാരും ഒരേ ഉത്തരം തന്നെയാണ് തോന്നുന്നു കേട്ടാ. നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നില്ല. ബെസ്റ്റ് ടൈം ടു വേക്ക് അപ്പ്. സ്വാഭാവികം. അതിപ്പോ കുട്ടിയായതിനു ശേഷമാണ് ഞാൻ വൈകി എണീക്കണത് കേട്ടാ. അതിന് മുമ്പ് പിന്നെ അത് ഞാൻ എന്റെ വീട്ടിലായിരുന്നില്ലേ. അപ്പൊ എന്താ വൈകി എണീക്കലല്ലേ? അപ്പൊ നിങ്ങക്ക് അതില് റോളില്ലല്ലോ. കല്യാണ ശേഷമുള്ള കാര്യമില്ലേ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കണത്. എന്തായാലും സംഗതി അതാണ്. ഈ മനുഷ്യൻ നേരത്തെ കടന്നുറങ്ങും, ഞാൻ വൈകി ഉറങ്ങും. അപ്പൊ വൈകി ഉറങ്ങുന്ന ആള് വൈകിയല്ലേ എണീക്കുള്ളൂ. നേരത്തെ ഉറങ്ങുന്ന ആള് നേരത്തെ പോയിട്ട് വരുമ്പോ ഞാൻ നേരത്തെ കിടന്നുറങ്ങും. നിങ്ങൾ എല്ലാ ദിവസവും നേരത്തെ കിടന്നുറങ്ങും ഇല്ലേ? അത് എന്റെ ശീലം. അപ്പൊ അതേപോലെ എനിക്ക് വൈകി എണീക്കണ എന്റെ ശീലം. അതെന്താ കണക്കാക്കാത്തത്? വൈകി എണീക്കണത് നല്ല ശീലമല്ല, നേരത്തെ കിടക്കുന്ന പക്ഷെ നല്ല ശീലമാണ്. നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. കുട്ടികളായ അമ്മമാര് കടന്നുറങ്ങാൻ നല്ല ടൈമാവും. അപ്പൊ അതും കൂടെ മനസ്സിലാക്കണം. എന്നിട്ട് ചെക്കൻ എണീക്കും, ഞാൻ എണീക്കാറുണ്ടല്ലോ. നിങ്ങൾ ഞാൻ 10 മണിക്ക് ഉറങ്ങണത് കാണുന്നില്ലേ? ഞാൻ അത് ഉറങ്ങണത് 9:30ക്കാണ് 10 മണിക്ക് ഉറങ്ങണത്. മനസ്സിലായ? അതായത് 9:00ക്ക് കടന്നിട്ടാണ് 10 മണിക്ക് ഉറങ്ങണത് നിങ്ങൾ കാണുന്നത്. മനസ്സിലായ? ഇല്ല, ഞാൻ നീ ഉറങ്ങണത് എങ്ങനെയാ ഞാൻ കാണുന്നത്? അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇല്ല, പറഞ്ഞപ്പോഴാണ് കൂടുതൽ തെറ്റിയത്. നിങ്ങൾ ഉറങ്ങുമ്പോഴൊന്നും ഞാൻ ഉറങ്ങണില്ലാന്ന്. നിങ്ങൾ ഓണറില്ലേ? ആ സമയത്തായിരിക്കും ഞാൻ കടന്നിട്ടുണ്ടാവുക. രാവിലെയും. അപ്പൊ നിങ്ങൾ എണീപ്പിച്ചു വിടണ്ട. രാവിലെയും. രാവിലത്തെ 9:00ന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. രാത്രി എനിക്ക് ഉറക്കില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ എനിക്ക് പകൽ ഉറങ്ങണ്ടേ? വേണ്ട. നീ ഉച്ചക്ക് ഉറങ്ങുന്നില്ലേ? നീ സത്യം പറഞ്ഞ എന്നെക്കാട്ടിലും നേരത്തെ കിടക്കണത് നീയാ. നീ ഉച്ചക്ക് 1 മണിക്ക് കിടക്കും, ഞാൻ രാത്രി 10 മണിയാവും കിടക്കാൻ. കടക്കണതിന്റെ അർത്ഥം ഉറങ്ങണമെന്നല്ല. നിങ്ങളുടെ മകൻ കടക്കണോണ്ട് ഞാനും കിടക്കണം. പിന്നെ നിങ്ങളുടെ മകൻ ഉറങ്ങുമ്പോഴൊക്കെ എനിക്ക് ഉറങ്ങാൻ സഹിക്കുവോ? അപ്പൊ 11 മണിക്ക് ഉറങ്ങും. എനിക്ക് ആ സമയത്ത് കടക്കാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? ഉച്ചക്ക് ഉറങ്ങണല്ലേ? കാണുന്നവർക്ക് ഒന്ന് ഫുൾ ടൈം ബെഡിൽ ഇങ്ങനെ ഉറക്കമാണെന്ന്. പക്ഷെ ഉറക്കമല്ല, അത് കടക്കായിരിക്കും. വേറെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? Which car would you pick from the options? Okay. യൂട്ടാ. എനിക്കിതിന് കാറുകളുടെ പേരൊന്നും അറിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഗസ്സിൽ പറയാം. ഓക്കെ. ഇന്നോവ, സാൻഡ്രോ, ക്വാളിസ്, നാനോ. എന്തിനാ പറഞ്ഞപ്പോ ഞാനിപ്പോ നോക്കില്ല ഇതിലേക്ക്. ഞാൻ സത്യസന്ധ ആയതുകൊണ്ട് നോക്കിയിട്ടില്ല. ഇന്നോവ, സാൻഡ്രോ, ക്വാളിസ്, നാനോ. ഇതില് നിങ്ങക്ക് ഇതെല്ലാം നിങ്ങക്ക് അറിയില്ലല്ലോ. എല്ലാ വണ്ടിയും അറിയാം. അങ്ങനത്തെ വർത്താനം പറയുന്നത് എനിക്കറിയില്ല സത്യമായിട്ടും. ഇത് ഇന്നോവ മാത്രം കേട്ടിട്ടുണ്ട്, ബാക്കിയൊന്നും എനിക്കറിയില്ല. ഇതിലേറ്റവും എന്റെ ഫേവറേറ്റ് ഒരു വണ്ടി.
പറയട്ടെ നാനോ ക്വാളിസ്. ഇതൊന്നും നിങ്ങക്ക് അറിയും കൂടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടായിരിക്കും ആദ്യമായിട്ട് കേൾക്കുണ്ടാവുക. ഈ ക്വാളിസ് അറിയാത്ത വണ്ടി പ്രേമി ഉണ്ടാവൂടി വിവരം കേട്ടാവളെ. എനിക്കറിയില്ല. വണ്ടി ആ ശരി. അണ്ണ വാപൊളിക്കുന്നുണ്ട്, ആന വാപൊളിക്കുന്നുണ്ട്. അണ്ണ അത് വില കുറഞ്ഞ വണ്ടിയാണ്. വില കുറവല്ല. പിക്ക് എ കളർ ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. ഫേവറേറ്റ് അല്ല കേട്ടാ. ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ. ഇത് എന്നെ കാണിച്ചിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിക്കാ. അത് നിന്റെ ഇടത്തെ കണ്ണൊന്ന് മാറ്റി വെച്ചാ മതി. ഇടം കണ്ണിട്ട് നോക്കാണ്ട്. നിനക്ക് പിന്നെ കണ്ണ് കാണാത്തോണ്ട് ഞാൻ ഇത്ര അടുത്ത് വന്ന്. ശരി 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 അടിച്ചു കഴിഞ്ഞു. പറ. ബ്ലൂ. യെല്ലോ. അത് എനിക്ക് ഇഷ്ടമുള്ള കളറല്ലേ. അത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പിക്ക് ചെയ്തോടെ. എനിക്ക് ഇഷ്ടമുള്ള കളർ ബ്ലൂ ആണ്. നീ ഇഷ്ടമുള്ള പിക്ക് ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഇഷ്ടമുള്ള പിക്ക് ചെയ്തു. നിനക്കിപ്പോ കഴിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടുള്ള സങ്കടമല്ലേ കാര്യാക്കണ്ട. കമ്മ ഇതിൽ എത്ര നീ ശരിയായി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. ഇത് നിങ്ങൾക്ക് കള്ളക്കളി ആയതുകൊണ്ട് കൂട്ടില്ല. പിന്നെ വെറുതെ ഒരു രസത്തിന് കളിക്കാൻ തന്നെ ഉള്ളൂ. ശരി. യുവർ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോട്ടാ. ഇത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്നാലും അവര് കൊടുത്ത ഓപ്ഷൻസ് തരാം. പുട്ടിക്കടല, ഉപ്പുമാവ്, ചപ്പാത്തി ആൻഡ് കുറുമ. ഓപ്ഷൻസ് ഫുള്ള് വായിച്ചു അപ്പോഴേക്ക് എഴുതി. ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് പൂരി ചിക്കൻ. ഏതൊക്കെയാ ഞാൻ പറയും നോക്കട്ടെ. പുട്ടുകടല, ഉപ്മാവ്, ചപ്പാത്തി, കുറുമ, പൂരി, ചിക്കൻ കറി. സോറി ശരി എഴുതിയാ? എഴുതിയാ? ചപ്പാത്തി കുറുമ. യെസ് കറക്റ്റ് ആൻസർ. കാണിക്കൂ, അല്ലെങ്കിൽ അതിന് വിശ്വസിക്കില്ല നിങ്ങളുടെ ഉമ്മ. നീ ഇങ്ങനെ വെറുതെ എന്റെ ഉമ്മ നിന്റെ ഇത് നോക്കാൻ ജഡ്ജസ് ആയിരിക്കല്ലോ ഇപ്പൊ അവിടെ. പിക്ക് എ സിറ്റി ഫ്രം ദ ഓപ്ഷൻസ്. ഓക്കെ. ഭൂട്ടാൻ, പൂനെ, കൊൽക്കത്ത, ലക്നൗ. ഇതെന്തിനടി എനിക്കൊരു ബന്ധമില്ല. അതാണ് കമ്പാറ്റബിലിറ്റി പറഞ്ഞ എന്താ അർത്ഥം? അറിയണത് മാത്രം ചോദിക്കണതാണോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ലക്നൗ അല്ലേ? അത് കണ്ടു. എന്തിനാ നോക്കിയത്? ഇത് ഫ്ലോപ്പ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ജന്മത്തിനെ ഞാൻ നല്ല ഒരു ഐഡിയ സൊല്ലാ. കമ്പാറ്റബിൾ നിർത്തിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇത് പിന്നീട് കളിക്കാം. ഇത് വീഡിയോക്ക് വേണ്ടി പറഞ്ഞല്ല, എന്റെ സ്വന്തം സ്നേഹത്തിന്റെ. ഞാൻ ഇതൊക്കെ വീഡിയോയിൽ ഇട്ടാലോ നിങ്ങളുടെ ഉമ്മ എന്ത് വിചാരിക്കും? ഉമ്മ വിചാരിക്കും ഭാര്യയായിട്ട് അവന് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളെ ഈ ഗെയിം ഇവിടെ നിർത്തി. ഈ കുരുത്തം കട്ടതിനെ കൊണ്ടൊന്നും നടക്കില്ല. ശരിയാ? അയ്യോ 18+ വീഡിയോ ബാക്ക് ആക്കും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.